18 സെന്റ് സ്ഥലവും 2350 സ്ക്വയർ ഫീറ്റ് ഉള്ള വീടും ഹൈവേയിൽ നിന്നും വെറും 100 മീറ്റർ ദൂരം മാത്രം മാറി ഇവിടെ വിൽപ്പനയ്ക്ക് വന്നിരിക്കുകയാണ്. ഉടമ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടാ. 2350 സ്ക്വയർ ഫീറ്റ് വീട് നല്ല ക്യൂട്ടായിട്ട് 18 സെന്റ് സ്ഥലത്തിലിരിക്കുമ്പോൾ തന്നെ നമുക്കറിയാം അതിന്റെ ഒരു മനോഹാരിത എത്ര മനോഹരമാണ് എന്നുള്ളത്. ഞാൻ ബിജു പാല. ഇത് നമ്മൾ പോകുന്നത് പാല പൊൻകുന്നൻ റോഡില് പൊൻകുന്നൻ ടൗണുമായിട്ട് ഏറ്റവും നിയറസ്റ്റ് വരുന്ന രീതിയിലുള്ള ഒരു ലൊക്കേഷനിലിരിക്കുന്ന നല്ലൊരു അടിപൊളി വീട്. അപ്പോൾ നമുക്ക് ഹൈവേയിൽ നിന്നും വീട്ടിലും രണ്ടാം നില കയറിയിരിക്കുമ്പോൾ ഹൈവേയിലൂടെ വാഹനങ്ങൾ പോകുന്നതെല്ലാം കാണാം. അത്രയും തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന ഈ 18 സെന്റ് സ്ഥലവും വീടും നിങ്ങൾക്ക് സ്വന്തമാക്കാം. 1,25,00,000 രൂപ ചോദിക്കുക മാത്രം. അത് നെഗോഷ്യബിൾ ആയിട്ടുള്ള പ്രൈസ് കൂടിയാണ്. അപ്പോൾ നമുക്ക് ഈ വീടിന്റെ അകത്തെയും പുറത്തെയുമായ ദൃശ്യങ്ങളിലേക്ക് വേഗം കടന്നു ചെല്ലാം. 18 സെന്റ് സ്ഥലത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. 18 സെന്റ് സ്ഥലവും 2350 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു കിടുക്കൻ വീടുമാണ് നമ്മളിപ്പോൾ കാണുവാനായിട്ട് പോവുക. ഈ കാണുന്ന വഴി നമ്മുടെ വീട്ടിലേക്കുള്ള വഴിയാണ്. ഈ റൈറ്റ് സൈഡിൽ കാണുന്ന കണ്ട സ്ഥലം നമുക്ക് ഈ 18 സെന്റിൽ ഉൾപ്പെടുന്നതാണ്. നമ്മൾ കാണാൻ വന്ന വീട് ഇതാണ്. 18 സെന്റ് സ്ഥലത്തിൽ 2350 സ്ക്വയർ ഫീറ്റ്. ഉടമ താമസിക്കാൻ പണിത് കഴിഞ്ഞ 4-5 മാസത്തോളമായിട്ട് താമസിച്ചുകൊണ്ടിരിക്കുന്ന വീട്. വിൽക്കുവാനേ പണിതല്ല. അപ്പോൾ അങ്ങനെയുള്ള നല്ല മുറ്റവും സൗകര്യങ്ങളും ഒക്കെയുള്ള അവർ ആഗ്രഹിച്ച് മേടിച്ച് സ്വന്തമായിട്ട് പണിത് താമസിക്കാൻ തുടങ്ങിയ വീടാണ് ഈ കാണുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയാണ്. ഹൈവേയിൽ നിന്നുള്ള ദൂരം എന്ന് പറയുന്നത് വെറും 100 മീറ്റർ ദൂരം മാത്രമാണ്. നല്ല മുറ്റമുണ്ട്. മുറ്റത്ത് നല്ലൊരു കിണറുണ്ട്. വീടിൻ്റെ എലവേഷൻ ഭയങ്കര നല്ല കാണാൻ ഭംഗിയുള്ള നല്ലൊരു എലവേഷനാണ്. എൻ്റെ വണ്ടി ഇട്ടിരിക്കുന്നത് കാണാം. ആ സൈഡിൽ തന്നെ അതിനോട് കറക്റ്റായിട്ട് പാർക്ക് ചെയ്യുകയാണെങ്കിൽ 4 വണ്ടി അവിടെ തന്നെ പാർക്ക് ചെയ്യാം. മൊത്തം ഒരു 10-15 വണ്ടിയെങ്കിലും പാർക്ക് ചെയ്യാൻ ഉള്ള മുറ്റമുണ്ട്. നമ്മൾ നേരെ വീടിനകത്തേക്ക് ഇന്ന് പ്രവേശിക്കാം. ഉള്ള ഫർണിച്ചറെല്ലാം ഉണ്ട്. ഫർണിച്ചർ കൊടുക്കുന്നതല്ല, ഫർണിച്ചർ കൂടാതെയാണ് കൊടുക്കുന്നത്. എൽ ഷേപ്പിലുള്ളൊരു സിറ്റ് ഔട്ട്, ഇവിടെ ഇരിക്കുവാനായിട്ടുള്ളൊരു ചെയർ പോലെ, ഒരു ബെഞ്ച് പോലെയൊക്കെ സോഫ സെറ്റ് പോലെ ചെയ്തിട്ടുണ്ട്. നല്ല ഗാർഡനിങ്, നല്ല പച്ചപ്പൊക്കെ വിരിച്ച് നല്ല ഭംഗിയായിട്ട് സമയമെടുത്ത് ഏകദേശം 1 വർഷത്തോളം എടുത്ത് പണി പൂർത്തിയാക്കിയ നല്ലൊരു വീടാണ്. ഇവിടെ നിന്ന് നമ്മൾ ഡോറ് തുറന്ന് നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുകയാണ്. അത് പ്രവേശിക്കുമ്പോൾ ഇത് നമ്മുടെ സ്വീകരണമുറിയിൽ നമുക്ക് ഈ സോഫ സെറ്റൊക്കെ ഇട്ട് കഴിയുമ്പോഴാണ് നമുക്ക് ഈ റൂമുകളുടെയൊക്കെ വലിപ്പം എത്രയൊക്കെയാണ് നമ്മുടെ ഫർണിച്ചറൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. അത്രയും നല്ല സൗകര്യമുള്ള നല്ലൊരു സ്വീകരണമുറി. അതിന് സമീപത്തായിട്ട് തന്നെ ഒരു പ്രയർ റൂമിൽ നമുക്ക് നല്ല ഒരു ആകർഷണീയത തോന്നുന്ന രീതിയിലുള്ള വർക്കുകളാണ്, പാനലിംഗ് വർക്കുകളൊക്കെ ചെയ്തിരിക്കുന്നത്. മൊത്തം ഗ്രാനൈറ്റിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഫുള്ള് ഗ്രാനൈറ്റാണ് ഈ വീടിന് കൊടുത്തിരിക്കുക. രാവിലെ ലിവിങ് ഏരിയയിൽ TV യൂണിറ്റ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഡൈനിങ് ഏരിയയും ഇവിടെ തന്നെയാണ്. ഇവിടുന്ന് ഈ റൈറ്റ് സൈഡിൽ 2 ബെഡ്റൂമാണുള്ളത്. ബെഡ്റൂമുകളുടെ ദൃശ്യങ്ങൾ നമുക്ക് വേഗം വന്ന് കാണാം. ബെഡ്റൂമുകൾ എല്ലാം മൊത്തം തേക്കൻ തടിയിട്ടാണ് പണിതിരിക്കുന്നത്. കട്ടളം മുഴുവൻ ആഞ്ഞിലി, പാളികൾ കംപ്ലീറ്റ് തേക്ക്. അകത്തെ ഡോറുകളൊക്കെ ഒരു കൊളോണിയൽ സ്റ്റൈൽ കിട്ടാൻ വേണ്ടിയിട്ട് വൈറ്റ് അടിച്ച് മാത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം തേക്കൻ തടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട് ഡോർ മാത്രമല്ല, ജനൽപ്പാളികൾ മാത്രമല്ല, അകത്തെ ഡോറുകളും എല്ലാം തേക്കിട്ടാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയുള്ള നല്ല കിടുക്കൻ വീടിൻ്റെ കിടുക്കൻ ദൃശ്യങ്ങളിലൂടെയാണ് നമ്മൾ പോകുന്നത്. ടോയ്ലറ്റൊക്കെ നമുക്ക് വേണമെങ്കിൽ പാർട്ടീഷൻ ചെയ്യാവുന്ന രീതിയിൽ നല്ല വലിപ്പമുള്ള രീതിയിൽ തന്നെയാണ് ടോയ്ലറ്റുകൾ ചെയ്തിരിക്കുക. രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് നമ്മൾ പോവുകയാണ്. എല്ലാ ബെഡ്റൂമിലും AC പോയിൻ്റ് ഉണ്ട്. എല്ലാ ടോയ്ലറ്റിലും ചൂടുവെള്ളത്തിനുള്ള പൈപ്പ് കണക്ഷൻ വരാവുന്ന രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഈ ബെഡ്റൂമിലൊക്കെ ആണെങ്കിലും ഫർണിച്ചർ ഇട്ട് കഴിയുമ്പോൾ കഴിഞ്ഞിട്ടുള്ള സ്പേസ് കൂടി നോക്കണം നമ്മൾ. അത്രയും നല്ല സ്പേസ് ഉള്ള നല്ല ഒരു ബെഡ്റൂമുകളാണ് ഇവിടെ കാണുന്നത്. ഡ്രസ്സിങ് ഏരിയ ഉണ്ട്. ഡ്രസ്സിങ് ഏരിയയിൽ കബോർഡുകൾ ചെയ്യാനായിട്ട് വാൾഡ്രോബ്സ് ഒക്കെ മേടിച്ച് വയ്ക്കാൻ പറ്റുന്ന സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ ടോയ്ലറ്റ് വലിപ്പമുള്ള ടോയ്ലറ്റാണ്. അങ്ങനെ 2 ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള 2 ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. ഹൈവേയിൽ നിന്നുള്ള ദൂരം 100 മീറ്ററേ ഉള്ളെന്ന് നമ്മൾ പറഞ്ഞു. പൊൻകുന്നം ടൗണുമായിട്ടാണ് നിയറസ്റ്റ് വരുന്നത്. അപ്പോൾ ഇത്രയും നല്ല ഒരു ടൗൺഷിപ്പിനോട് ഇത്രയും അടുത്ത് സ്ഥിതി ചെയ്യുന്ന അത്രയും നല്ല കിടുക്കനായിട്ടുള്ള നല്ലൊരു വീട് സ്ഥലവും നിങ്ങൾക്ക് സ്വന്തമാക്കണ്ടേ? എല്ലാം ഗ്രാനൈറ്റ് ഇട്ട് വീട് കംപ്ലീറ്റ് ഗ്രാനൈറ്റ് ആയിട്ടിരിക്കുന്നത്. അങ്ങനെ ഗ്രാനൈറ്റൊക്കെ ഇട്ട് ചെറിയ ചില്ലറ പണികളൊക്കെ തീർക്കുവാനായിട്ടുണ്ട്. അതൊക്കെ തീർത്തും തരുന്നതാണ്.
നമ്മളെ കിച്ചണിലേക്ക് കയറി. കിച്ചൺ നല്ല വലിപ്പമുള്ള കിച്ചൺ, എല്ലാം ഒരു മോഡുലാർ കിച്ചൺ പോലെ മൾട്ടിവുഡ് ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന. അവിടുന്ന് വർക്ക് ഏരിയ ഉണ്ട്. വർക്ക് ഏരിയയിൽ ഗ്രാനൈറ്റ്, ഫുള്ള് ഗ്രാനൈറ്റ് ആണെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു കാഴ്ചയ്ക്ക് ഭയങ്കര കൗതുകം തോന്നുന്ന രീതിയിലുള്ള ഗ്രാനൈറ്റ് ആണ്. നല്ല ഡിസൈനുള്ള ഗ്രാനൈറ്റ് ആണ്. ചിലപ്പോൾ ചിലരൊക്കെ ഗ്രാനൈറ്റ് ഇടും, പക്ഷേ ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ഇടും. അപ്പോൾ അതൊക്കെ ഒരു എപ്പോഴും വീടിനകത്തൊരു ബ്ലാക്ക് കളർ ഫീലിംഗ് വന്നു കഴിഞ്ഞാൽ നമുക്കത് ഒരു നെഗറ്റീവ് ഫീലിംഗ് ആണ്. ഇവിടെ അതല്ല, നല്ല കളറായിട്ടുള്ള നല്ല ഗ്രാനൈറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സ്റ്റെയർ കേസ് കയറി നമ്മൾ മുകളിലേക്ക് കയറുക. വുഡ് കൊണ്ടുള്ള സ്റ്റെയർ കേസാണ് കൊടുത്തിരിക്കുക. അങ്ങനെ വുഡ് കൊണ്ടുള്ള സ്റ്റെയർ കേസ് കൊടുത്ത് ഇവിടെ മുകളിലേക്ക് മുകളിൽ കയറി കഴിയുമ്പോൾ ചെറിയൊരു ഹോളായിട്ടുണ്ട്. ഇവിടെ നിന്ന് ഒരു ബെഡ്റൂം ആണ് ഇവിടെ ഉള്ളത്. മൊത്തം 3 ബെഡ്റൂമാണ്. അപ്പോൾ ചോദിക്കുന്ന വില നമ്മൾ പറഞ്ഞായിരുന്നു തുടക്കത്തിൽ. 1,25,00,000 രൂപയാണ് ചോദിക്കുന്നത്. ഇവിടെ സ്ഥലത്തിന് തന്നെ നല്ല വിലയുള്ള മേഖലയാണ്, നല്ല വിലയുള്ള ഒരു മേഖലയിലാണ്. അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ വെള്ളം കിട്ടും. ഹൈവേയിൽ നിന്ന് 100 മീറ്ററേ ഉള്ളൂ. ഇതാണ് മുകളിലത്തെ നിലയുടെ ബെഡ്റൂം. ലോൺ സൗകര്യങ്ങൾ വേണ്ടവർക്ക് ലോൺ സൗകര്യങ്ങൾ ലഭ്യമാണ്. സാലറി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക്, ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നവർക്കൊക്കെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെ ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് തന്നെയാണ്. ഇവിടുന്ന് നമ്മൾ ഇറങ്ങിക്കഴിയുമ്പോൾ തൊട്ട് ഓപ്പോസിറ്റ് ഒരു ഡോറുണ്ട്. ഞാൻ വിചാരിച്ചത് ബെഡ്റൂമാണ് എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഒരു ബെഡ്റൂം ചെയ്യണമെങ്കിൽ ചെയ്യാം എന്നുള്ള രീതിയിലുള്ളൊരു പ്രൊവിഷൻ കൊടുത്തിരിക്കുന്നതാണ്. ഇപ്പോൾ അതൊരു ഓപ്പൺ ടെറസ് ഏരിയയാണ്. നമുക്ക് വേണമെങ്കിൽ 1-2 ബെഡ്റൂം വേണമെങ്കിലും ഇനി ഇങ്ങോട്ടേക്ക് എടുക്കാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുക. അപ്പോൾ നമ്മൾ ഫ്രണ്ടിലേക്ക് ഇറങ്ങി. നമ്മൾ ഇത്രയും കണ്ടപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര അതിശയോക്തി എന്ന്. കാരണം നല്ല രീതിയിൽ ചെയ്തിരിക്കുന്ന വീട്. ഈ ഫ്രണ്ടിലെ ഈ ബാൽക്കണി സെറ്റപ്പ് കണ്ടു കഴിഞ്ഞപ്പോൾ അതിലും ഭംഗിയാണ് ഈ ബാൽക്കണി സെറ്റപ്പ്. എന്തൊരു ക്യൂട്ടാണെന്ന് നോക്കിക്കോളൂ. ഇതാണ് തൊട്ടടുത്തുള്ള വീടുകളൊക്കെ. നമുക്ക് മുകളിൽ കയറി നിൽക്കുമ്പോൾ കാണാം തൊട്ടടുത്തുള്ള വീടുകളെല്ലാം നല്ല സ്റ്റാൻഡേർഡ് വീടുകൾ തന്നെയാണ്. നല്ല നെയ്ബേഴ്സ് ഉള്ള നല്ല ലൊക്കേഷനിൽ തന്നെയാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇനി പുതിയ വീഡിയോയുമായി നാളെ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.